നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ നഗരസഭ 3-ാം വാർഡ് കൂറ്റേരിയിലെ NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം BJP കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ബിജു എളക്കുഴി നിർവഹിച്ചു. പാനൂർ നഗരസഭയിൽ ഭരണത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് NDA പാനൂരിൽ മത്സരിക്കുന്നതെന്ന് BJP കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ബിജു എളക്കുഴി പറഞ്ഞു. പാനൂർ നഗരസഭ 3-ാം വാർഡ് കൂറ്റേരിയിൽ NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാനൂർ നഗരസഭ ഭരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 25 വർഷം എന്ന് പറയുമ്പോൾ 4 നൂറ്റാണ്ടായി കണ്ണൂർ ജില്ലയിലെ ഈ ഒരു വാർഡ് നാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള ഒരു വാർഡാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു ഗാന്ധിനഗറാണ് ഈ ഒരു പ്രദേശം. നമുക്കറിയാം, ഗാന്ധിനഗർ ഇപ്പോൾ നമ്മുടെ മോദിജി അടക്കമുള്ള ആളുകൾ, അതുപോലെ അമിത്ഷാജിയുടെ ഒക്കെ മണ്ഡലമാണ് ഗാന്ധിനഗർ. ഇവിടെ ഒരു അമിത്ഷാജി ഉണ്ടെങ്കിൽ അവർ മത്സരിക്കേണ്ട ഒരു വാർഡാണ് ഈ ഒരു വാർഡ്. ഈ വാർഡിനെ കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ പിടിച്ചു നിർത്തിയിട്ടുള്ള ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ചടങ്ങിൽ BJP പാനൂർ ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി TK രാജേഷ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 20 വർഷമായി നമ്മുടെ സംരക്ഷിച്ചു പോരുന്ന ഒരു വാർഡാണ് ഈ വാർഡ്. തുടർന്നങ്ങോട്ടും നിലനിർത്തുക എന്നതിലുപരി ഓരോ പ്രാവശ്യവും നമ്മൾ ജയിച്ചു വരുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും നമ്മൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഡിസംബർ 11-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്തത്ര മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. BJP പാനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി രോഹിത് റാം, വാർഡ് കൗൺസിലറും സ്ഥാനാർത്ഥിയുമായ KP സാവിത്രി, KC ബാബു, M ലിബിൻ എന്നിവർ സംസാരിച്ചു. മുൻ കൗൺസിലർ C മനോജൻ സ്വാഗതവും VK ദിവ്യ നന്ദിയും പറഞ്ഞു. ഇന്ന് ഭാരതം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി എന്താണെന്ന് പറയുന്നത് എന്ന് കേൾക്കാൻ ലോകരാഷ്ട്രങ്ങൾ സമഗ്ര ന്യൂസ് പാനൂർ.